മണ്ണാർക്കാട് നഗരസഭയിലെ നടമാളിക വാർഡിൽ ഉൾപ്പെടുന്ന വടക്കുമണ്ണൻ റോഡിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുള്ള ഖരമാലിന്യങ്ങളും ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലാണ് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി മാലിന്യം തള്ളുന്നത്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുള്ള ഖരമാലിന്യങ്ങളും ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. മാലിന്യ കൂമ്പാരം ചീഞ്ഞഴുകി കടുത്ത ദുർഗന്ധം വമിക്കുന്നതിനൊപ്പം പ്രദേശം ഇപ്പോൾ ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇത് വഴിയാത്രക്കാർക്കും സമീപവാസികൾക്കും വലിയ ഭീഷണി ഉയർത്തുന്നു. പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനവാസ മേഖലയിലെ ഈ ദുരവസ്ഥ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വടക്കുമണ്ണം വാർഡ് കൗൺസിലർ ജലീൽ കുളമ്പൻ രംഗത്തെത്തി. ഇതിന് അധികാരപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ, അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ വേസ്റ്റ് കാര്യങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചു. അതിന് വേസ്റ്റൊക്കെ വീട്ടുകൾക്കിടെ പോയി ഇപ്പൊ എടുക്കുക, അത് നല്ല രീതിയിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ മണ്ണാർക്കാട് ടൗണിന്റെ ഉള്ളിൽ ഇത് എവിടെയും വേസ്റ്റും കാര്യങ്ങളൊന്നും കിടക്കണില്ല ഇല്ലാന്നോ. അപ്പോൾ പുറത്തെ ആളുകൾ അടക്കം പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത് നല്ല വൃത്തിയിൽ പോകുന്നുണ്ട് പറഞ്ഞു. അതൊക്കെ അപ്പോഴാണ് എന്റെ കണ്ണിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. അത് ഞാൻ പെട്ടതല്ല, ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. പിന്നെ ഈ വാർഡിലെ മെമ്പർ ഉണ്ട്, അതില്ലാന്ന് പറയില്ല. പക്ഷെ ആ മെമ്പറെ കുറ്റം പറ്റില്ല, ആ മെമ്പറെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവില്ലത്. ആ മെമ്പറെ കണ്ണിൽ ഇത് പെട്ടിട്ടില്ല. എന്റെ കണ്ണിൽ പെടാൻ കാരണം ഞാൻ ഡെയിലി ഇത് പോണ റോഡാ. എന്നോട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, ജലീൽ എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു മുനിസിപ്പാലിറ്റി നിങ്ങൾ പറയും. ആ മുനിസിപ്പാലിറ്റി പറയേണ്ട ആള് ഞാനാണ്. അത് ഞാൻ അവിടെ പോയി പറഞ്ഞു. അപ്പൊ അത് അവരെ ശ്രദ്ധയിലും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നാളെ ഇത് ഇങ്ങനെ ആരെങ്കിലും കാലിയായിട്ടോ എവിടെയെങ്കിലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ആരും ഒരു വേസ്റ്റ് ഇങ്ങനെ കൊണ്ടിടുമെന്ന് ശ്രദ്ധിക്കും. എങ്ങനെ ഇത് കൊണ്ടിടുമെന്ന് ശ്രദ്ധിക്കും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫൈനാണ്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നടക്കില്ല. അതിന് നടപടി എടുക്കേണ്ട ആരാ? മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിത്തെ അധികാരപ്പെട്ട ആളുകളാണ് ഇതിന് വേണ്ട. പക്ഷെ ഭരണം എന്തിനാണ്? ഭരണം എന്തിനാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് സംസാരിക്കണത്. നഗരസഭാധികൃതർ സ്ഥലത്തെത്തി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ജനവാസ മേഖലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ കാടുപിടിച്ചു കിടക്കുന്നത് മാലിന്യം തള്ളാൻ സൗകര്യമാകുന്നുണ്ടെന്നും ഇത്തരം സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ ഉടമകൾക്ക് നഗരസഭ കർശന നിർദ്ദേശം നൽകണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു. അല്ല, അതിനുള്ള ടൈം കിട്ടിയില്ലല്ലോ. ഇത് ഞാൻ ഡെയിലി പോണ റോഡാണ്. അപ്പോഴാണ് ഇതിങ്ങനെ സംഭവം കാണുന്നത്. എന്നോട് കുറെ ആൾക്കാർ ആയി പറയണു, ഇവിടെ ഞാൻ രാവിലെ പച്ചക്കറി വാങ്ങാൻ വരുമ്പോൾ അല്ലെങ്കിൽ ചായ കുടിക്കാൻ വരുമ്പോൾ പല കാര്യത്തിനും വരുമ്പോൾ എന്നെ കാണിച്ചു തന്നു. ജലീൽ ഇത് എന്തെങ്കിലും ആരും ഒന്നും പറയാത്തതിനെ പറ്റിയിട്ട് വെച്ചു. അപ്പൊ ആരും പറയാത്ത തന്നെ നമ്മള് വേറൊരു കാര്യമുണ്ട്. കൗൺസിൽ യോഗത്തിൽ ഇതിന്റെ ചർച്ചക്കുള്ള ഒരു സംഗതി ഇതാർക്കാന്ന് എന്താന്ന് അറിയില്ല. അതാണ് അതിന്റെ മെയിന്. പക്ഷെ ഞാൻ എന്റെ കണ്ണിൽ പെട്ടപ്പോ ഞാൻ അത് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. ഇല്ലെങ്കിൽ നാളെ കോഴിക്കോട് ഉണ്ടായമാർക്ക് ഇത് കത്തിപ്പിടിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഒപ്പം തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങുകളും കാര്യങ്ങളും വീടുകളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ല, കീരി ഉണ്ടാകാൻ പാമ്പുണ്ടാകും. കാരണം ഇത് ഇന്നൊന്നും ഇട്ടതല്ലോ. ഇത് എത്രയാണ് വേസ്റ്റാണ് ഇത്. ഒന്നാമത്തെ ഇതിൽ കിടക്കണ എന്താണ് കാര്യമായിട്ട്? ഇതിൽ കാര്യമായിട്ട് കണക്ക് പ്ലാസ്റ്റിക് ആണ് അല്ലേ? ഈ പ്ലാസ്റ്റിക് കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നാമത്തെ ഇപ്പത്തെ നല്ല ചൂട്, കാറ്റ്, ഇത് കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പിടിക്കും. ആ ഒരു സാധ്യത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിത്തെ അധികാരികൾ ഇതുപോലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള മാറ്റം. നമ്മൾ ഒരാളെ ദ്രോഹിക്കും നടപടി എടുക്കണം. നിങ്ങളൊരു അധികാരി, അതായത് നിങ്ങളൊരു ജനപ്രതിനിധിയാണ്. നടപടി എടുക്കേണ്ട ആളുകൾ നിങ്ങളാണല്ലോ. അപ്പൊ നിങ്ങളല്ലേ ഇത് ചെയ്യേണ്ടത്. അതാണല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇത് അവരെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണല്ലോ അത് പറഞ്ഞിരുന്നത്. ഞാന് ഇത് അവരെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, എന്റെ വാർഡ് ഇതിനപ്പുറത്താണ്, തൊട്ടപ്പുറത്താണ്. അപ്പൊ വേറൊന്നും കൂടി ഉണ്ട് ഇതില്. വേറെ കാര്യം നിങ്ങൾ ചോദിച്ചത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തൊട്ട വാർഡിലല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയില് ഒരു വികസനം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ആ വികസനത്തിൽ ഇതൊക്കെ വരില്ലേ? CCN മണ്ണാർക്കാട്.